മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു ലെഫ്റ്റ് വിങ്ങറിനെ വേണം. അവർ 5 ലെഫ്റ്റ് വിങ്ങേഴ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, നമ്മുടെ ചാനലിലെ എല്ലാ ടീമിന്റെയും വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വാർത്തയാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാത്രം വരുന്നുണ്ട്. വിന്റർ ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞു, സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഇനിയും മാസങ്ങളുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇത്രയും മാത്രം ട്രാൻസ്ഫർ വാർത്തകൾ വരുന്നത് എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാം. അതിനുള്ള പ്രധാന കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുറച്ച് സീസണുകൾക്ക് ശേഷം വീണ്ടും പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ അടുത്ത ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അടുത്ത ചാമ്പ്യൻസ് ലീഗ് കളിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടി വരും. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിന്റെ ഫോർമാറ്റ് ഒക്കെ മാറ്റിയ സാഹചര്യമാണല്ലോ. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ലീഗ് സ്റ്റേജ് 8ഓളം മത്സരങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം അവർ ഈ ഒരു പ്ലേ ഓഫ് സ്റ്റേജ് കളിക്കണം, നോക്കൗട്ട് സ്റ്റേജ് കളിക്കണം. അപ്പോൾ ഇങ്ങനെ കുറേ മത്സരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ ആ ഒരു ടീമിന്റെ സ്ക്വാഡ് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ സ്ക്വാഡ് സ്ട്രെങ്ത് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് അവർ ട്രാൻസ്ഫേഴ്സ് കൂടുതലായിട്ട് നടത്താനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ട്രാൻസ്ഫർ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പറ്റിയുള്ളത്. ഞാൻ അതിലൊരു 30% വാർത്ത മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കുറച്ചുകൂടെ ഒരു നല്ല സോഴ്സിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് 6 മാസത്തോളം ആകുന്നു. ഇതുവരെ 500 സബ്സ്ക്രൈബ് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. മാക്സിമം എല്ലാ ദിവസവും തന്നെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനലിൽ കയറി ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള മൈക്കൽ കാരിക്കിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് റാഷ്ഫോർഡിനെ തിരിച്ചു കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ്. എന്നാൽ റാഷ്ഫോർഡിന് വരാൻ താല്പര്യമില്ല. റാഷ്ഫോർഡ് ഒരു ലെഫ്റ്റ് വിങ്ങർ ആണല്ലോ. അപ്പോൾ റാഷ്ഫോർഡിന് വരാൻ താല്പര്യമില്ല. റാഷ്ഫോർഡ് ഇപ്പോൾ ബാൾഫയിൽ ഹാപ്പിയാണ്. ബാൾഫയിൽ ലോണിലാണ് താരം കളിക്കുന്നത്. 30 മില്യൺ കൊടുത്തു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് ബാൾഫയ്ക്ക് സൈൻ ചെയ്യാൻ പറ്റും. ബാഴ്സലോണ ആ ഒരു 30 മില്യൺ കൊടുക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. ഈ ഒരു അവരെ സംബന്ധിച്ച്, ബാഴ്സയെ സംബന്ധിച്ച് ഇപ്പോൾ ഇലക്ഷൻ നടക്കുവാണ്, പ്രസിഡന്റ് ഇലക്ഷൻ. അപ്പോൾ ആ ഇലക്ഷൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു ട്രാൻസ്ഫർ മൂവ്മെന്റ്സും നമുക്ക് കാണാൻ കഴിയത്തില്ല. അത് ഇലക്ഷൻ കഴിയുമ്പോൾ പടപടയെന്ന് ട്രാൻസ്ഫർ അപ്ഡേറ്റ് വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാഷ്ഫോർഡിനെ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ മറ്റു ഓപ്ഷനുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരയേണ്ടതുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെന്റിന് റാഷ്ഫോർഡിനെ വേണമെന്നില്ല. ആകെ താല്പര്യമുള്ളത് മൈക്കൽ കാരിക്കിന് മാത്രമാണ്. അദ്ദേഹം ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് DNA ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാൻ പറ്റും ഒരു പ്ലെയറിനെ വെച്ച് എങ്ങനെ കളിപ്പിക്കണമെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റഡ് ആയിരിക്കും അദ്ദേഹം. പക്ഷെ താരത്തിന് താല്പര്യമില്ല, മാനേജ്മെന്റിന് താല്പര്യമില്ല. അതുപോലെ ബാഴ്സ താരത്തെ പെർമനന്റ് ആയിട്ട് സൈൻ ചെയ്യാനുള്ള താല്പര്യം ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. അപ്പോൾ പുതിയൊരു വിങ്ങറിനെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അറ്റാക്കിംഗ് പ്ലെയറിനെ കുറിച്ചായിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ബോൺമൗത്തിന് വേണ്ടി കളിക്കുന്ന ഒരു അറ്റാക്കിംഗ് പ്ലെയറിനെ കുറിച്ച്. ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും അറ്റാക്കിംഗ് മിഡായിട്ടും വേണ്ടി വന്ന സെന്റർ ഫോർവേഡ് ആയിട്ട് വരെ കളിക്കാൻ പറ്റുന്ന അത്രയും വെർസാറ്റിലിറ്റി ഉള്ള ഒരു പ്ലെയറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ വീഡിയോ കാണാത്തവർ ആ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് പോയി നോക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പോയി നോക്കിയാൽ മതി. അപ്പോൾ അതും ഒരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അതിനെ കൂടാതെയാണ് ഈ ഒരു 5 താരങ്ങൾ ഇപ്പോൾ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള 5 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ എന്ന് പറയുന്നത് ബ്രാഡ്ലി ബാർക്കോളയാണ്. നിലവിൽ ഫ്രഞ്ച് ലീഗിൽ PSG വേണ്ടി കളിക്കുന്ന, കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ നേടിയ അതേ PSG വേണ്ടി കളിക്കുന്ന ബ്രാഡ്ലി ബാർക്കോള എന്ന ഫ്രഞ്ച് താരം. 23 വയസ്സുള്ള പ്ലെയറാണ്. ലെഫ്റ്റ് വിങ്ങറായിട്ട് താരം മാക്സിമം കളിക്കാറുണ്ട്. സാധാരണഗതിയിൽ റൈറ്റ് വിങ്ങിലും താരത്തിന് കളിക്കാൻ കഴിയും. അതുമാത്രമല്ല, ഇപ്പോൾ അവസാന മത്സരങ്ങൾ നോക്കുമ്പോൾ സെന്റർ ഫോർവേഡ് ആയിട്ടും താരത്തെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അസാധ്യ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. 23 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഈ സീസണിലെ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ 36 മത്സരങ്ങളിൽ 10 ഗോൾ 6 അസിസ്റ്റ് എന്നൊരു സ്റ്റാറ്റ്സ് ആണ്. 23 വയസ്സുള്ള ഒരു വിങ്ങറിനെ സംബന്ധിച്ച് ഇത് അത്യാവശ്യം ഒരു തരക്കേടില്ലാത്തൊരു സ്റ്റാറ്റ്സ് തന്നെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് താരം നല്ല രീതിയിലുള്ള അറ്റാക്കിങ്ങിലേക്കുള്ള ആ ഒരു ബിൽഡപ്പ് സാധനങ്ങളുണ്ടല്ലോ. അതായത് 1 ടച്ച് 2 ടച്ച് അറ്റാക്കിംഗ് മൂവ്മെന്റ്സ് അത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. വിങ്ങിലാണ് മെയിനായിട്ട് താരം കളിക്കുന്നത്. വിങ്ങിൽ നിന്ന് കട്ട് ചെയ്ത് കയറുന്ന ടൈപ്പ് ഒരു ടെൻഡൻസി ഉള്ള ഒരു പ്ലെയറാണ്. അവസാന മാച്ചിലൊക്കെ സെന്റർ ഫോർവേഡ് ആയിട്ട് താരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ മാച്ചസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. സാധാരണ PSG മത്സരങ്ങൾ ഞാൻ ഒരുവിധം മത്സരങ്ങളൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു പ്ലെയറിന്റെ മാച്ചസ് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. നിങ്ങളും കണ്ടു കാണാം. ആ ഒരു അസാധ്യ ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറാണ്.
ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഫ്രാൻസിനെ സംബന്ധിച്ച് അവർക്ക് കുറേ പ്ലെയേഴ്സ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു പ്ലെയർ ആണ്. താരത്തെ സംബന്ധിച്ച് വിങ്ങിന്ന് താരം കട്ട് ചെയ്ത് ഇൻസൈഡിലേക്ക് കയറിയിട്ട് ഷൂട്ട് അടിക്കാനും നല്ല രീതിയിൽ ബോക്സിന്റെ ആ ഒരു എക്സ്ട്രീമിൽ നിന്ന് കട്ട് പാസുകൾ നൽകാനും നല്ല ക്രോസ് അടിക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു പ്ലെയർ ആണ്. ഒരു ട്രഡീഷണൽ വിങ്ങർ ഒന്നുമല്ല, ഒരു ന്യൂ ജനറേഷൻ വിങ്ങർ ആണ്, വിങ് ഫോർവേഡ് ആണ് താരം. ഒരു 100 മില്യൺ ആണ് ഇപ്പോൾ പറയപ്പെടുന്നത്. 100 മില്യൺ എങ്കിലും താരത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 2028 വരെയാണ് താരത്തിന് കോൺട്രാക്റ്റ് ഉള്ളത്. ഈ ഒരു കോൺട്രാക്ട് 2030 വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻ PSG ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം നടക്കുമെന്ന് അറിയാൻ വയ്യ. താരത്തെ സംബന്ധിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളും ആഴ്സണലും കൂടി താരത്തിനൊപ്പം ഉണ്ട് എന്നതാണ്. 100 മില്യൺ യൂറോസ് നൽകിയിട്ട് ഒരു വിങ്ങറിനെ സൈൻ ചെയ്യാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തയ്യാറാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യം അവരുടെ മാനേജ്മെന്റ് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. 100 മില്യണിന് ഈ ഒരു പ്ലെയർ വർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റണിക്ക് വേണ്ടി അത്രയും 100 മില്യൺ എന്തോ സ്പെൻഡ് ചെയ്ത ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ച് നോക്കുമ്പോൾ ആള് അസാധ്യ ടാലന്റ് ആണ്. ആന്റണിയെ സംബന്ധിച്ച് ആന്റണി കളിച്ചിരുന്ന നെതർലാൻഡ് ലീഗിലായിരുന്നു. ആ ഒരു ലീഗിൽ ആ ലീഗിന്റെ കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ ആന്റണിയുടെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. ആന്റണി ഇപ്പോഴും മികച്ച രീതിയിൽ തന്നെയാണ് റയൽ ബെറ്റീസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആന്റണിയെ കൊണ്ടുവന്നു, ഈ ഒരു എമൗണ്ടിനാണ് കൊണ്ടുവന്നത്. പക്ഷെ ആള് ഫ്ലോപ്പായി. പക്ഷെ ഇത് യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിലാണ് ഈ ഒരു പ്ലെയർ കളിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിലടക്കം മികച്ച പെർഫോമൻസ് നടത്തുന്ന ഒരു പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെ 100 മില്യൺ ഈ പ്ലെയറിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സോളിഡ് ഡീലാണ്. പക്ഷേ ഫ്രാൻസ് പ്ലെയർ ആണ്, ഫ്രഞ്ച് ലീഗ് വണ്ണിലാണ് കളിക്കുന്നത്. അവിടെ ഫ്രഞ്ച് വിട്ട് താരം വരാൻ തയ്യാറാകുമെന്ന് അറിയാൻ വയ്യ. താരത്തിന് സ്ഥിരമായിട്ട് അവസരവും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കംഫർട്ട് സോണിലാണ് താരം ഉള്ളത്. അത് വിട്ടിട്ട് ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് താരം എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും, അതായത് യുണൈറ്റഡിലേക്ക് വരാൻ സാധ്യത കുറവുള്ള താരമാണ് ബ്രാഡ്ലി ബാർക്കോള. രണ്ടാമത്തെ പ്ലെയർ ജർമ്മൻ ലീഗിൽ RB ലെപ്സിന് വേണ്ടി കളിക്കുന്ന യാൻ ഡുവമാൻഡെയാണ്. 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഒരു അസാധ്യ ടാലന്റ് ആണ് കേട്ടോ. ബയൺ മ്യൂണിക്ക്, ലിവർപൂൾ, ടോട്ടൻഹാം തുടങ്ങിയ ടീമുകളെല്ലാം താരത്തിന് പുറകെ ഉണ്ട്. അസാധ്യ ടാലന്റ് ആണ്. നിങ്ങൾ യൂട്യൂബിൽ എല്ലാം പോയിട്ട് ഈ ഒരു പ്ലെയറിന്റെ പേരടിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ടച്ച്, കിടിലൻ ടച്ചാണ് താരം ചെയ്യുന്നത്. ലോങ് ബോളൊക്കെ ഒറ്റ ടച്ചിൽ ഈസി ആയിട്ടാണ് താരം എടുത്തുകൊണ്ട് പോകുന്നത്. അത് മാത്രമല്ല താരത്തിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താരത്തിന്റെ ആ ഒരു ഫേക്ക് കട്ടിങ് ഉണ്ടല്ലോ, ഇൻസൈഡ് ഔട്ട് സൈഡ് കട്ടിങ്, അത് സെറ്റാണ്. കട്ട് ചെയ്തതിനു ശേഷം ഷൂട്ട് അടിക്കുക, പാസ് ചെയ്യുക, അത് ഒരു ബ്രില്യൻ്റ് ആയിട്ട് താരം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പേസ് ഉള്ള ഒരു പ്ലെയർ ആണ് താരം. ഒരു ഐവർ കോസ്റ്റ് പ്ലെയർ ആണ്. താരത്തെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള, നല്ല പേസ് ഉള്ള ഒരു പ്ലെയർ ആണ്. ഈ സീസണിൽ 34 മാച്ചിൽ നിന്ന് 14 ഗോളും 6 അസിസ്റ്റും ആണ് താരം നൽകിയിട്ടുള്ളത്. കട്ട് ചെയ്തിട്ട് ഗോൾ അടിക്കുന്ന ടൈപ്പ് ഒരു പ്ലെയർ ആണ്. കട്ട് ചെയ്ത് പ്ലെയേഴ്സിനെ ഫേക്ക് ചെയ്തിട്ട് ഗോൾ അടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു പ്ലെയർ ആണ്. വലിയ ടീമുകളെല്ലാം താരത്തിന് ഒരു നോട്ടമുണ്ട്. ഒരു അസാധ്യ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ്. താരത്തെ സംബന്ധിച്ച് താരത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷനിങ്, വിങ്ങിൽ പ്രോപ്പർ ആയിട്ടുള്ള പൊസിഷനിങ്ങിൽ താരം എപ്പോഴും വരുന്നുണ്ട്. അത് മാത്രമല്ല പ്രസ്സിങ്, താരത്തിന്റെ ഭാഗത്ത് നല്ലൊരു പ്രസ്സിങ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല ബിൽഡപ്പുകൾ താരത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പ്ലെയറിന്റെ ലൈവ് മാച്ചസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫർ വീഡിയോ ചെയ്യുന്നതിന് ഭാഗമായിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ പോയി സെർച്ച് ചെയ്തിട്ട് താരത്തിന്റെ കുറെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയറിന്റെ കളി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ആ പ്ലെയറിന് പൊട്ടൻഷ്യൽ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അത് വെച്ചിട്ട് കുറെ കാലമായി ഞാൻ ഫുട്ബോൾ കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താരത്തിന് ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉണ്ട്. എത്രത്തോളം താരം ഫ്യൂച്ചറിലേക്ക് അത് കൊണ്ടുവരുമെന്ന് അറിയാൻ വയ്യ. പക്ഷേ നല്ല പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. ആള് ബോൾ റിസീവ് ചെയ്യുന്ന രീതി, ആ ഒരു ടച്ച്, ആ ഒരു ഡ്രിബ്ലിങ്, ആ ഒരു ഫേക്ക്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം. ഞാൻ കളിക്കുന്ന സമയത്ത് ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു സാധനമാണത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത്. പുള്ളി വേറെ ലെവലിലായിട്ടാണ് ചെയ്യുന്നത്. വേറെ ലെവലായിട്ടുള്ള ഇൻസൈഡ് ഔട്ട്സൈഡ് കട്ട് ചെയ്തിട്ട് ഷൂട്ട് അടിക്കുക, പാസ് ചെയ്യുക, അത് അസാധ്യ പൊട്ടൻഷ്യലോടെയാണ് താരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2030 വരെ, ജൂൺ 2030 വരെ താരത്തിന് RB ലെപ്സിഗുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. താരത്തെ സംബന്ധിച്ച് ഈ RB ലെപ്സിഗ് താരത്തെ റിലീസ് ചെയ്യണമെങ്കിൽ മിനിമം 45 to 47 മില്യൺ യൂറോസ് വരെ സ്പെൻഡ് ചെയ്യണമെന്നതാണ്. 45ഉം 47ഉം ഒരു 19 വയസ്സിനെ സംബന്ധിച്ച് എനിക്ക് അത് കുറച്ച് ഹയർ പ്രൈസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 40 ആണെങ്കിൽ ഓക്കെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 40ഓ അതിന് താഴെയോ ചിലപ്പോൾ നെഗോസിയേഷൻസിൽ ആ ഒരു 40 മില്യൺ യൂറോസിന് അതിന് താഴെയൊക്കെ ചിലപ്പോൾ താരത്തെ കിട്ടാം. അങ്ങനെ കിട്ടിയ സെറ്റ് ഡീലാണ്. 40 മില്യൺ യൂറോസിനൊക്കെ ഈ ഒരു പ്ലെയറിനെ കിട്ടിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരു
വലിയ രീതിയിൽ താരം തിളങ്ങാനുള്ള സാധ്യതയുണ്ട്. താരത്തിന് ആ ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നതാണ്. പിന്നെ അറിയാലോ, ജർമ്മൻ ലീഗിൽ കളിക്കുന്ന താരങ്ങൾ മാക്സിമം പ്രീമിയർ ലീഗിൽ വന്ന അത്ര വലിയ പൊട്ടൻഷ്യലിൽ കളിക്കാറൊന്നുമില്ല. ചില പ്ലേയേഴ്സ് മാത്രമാണ് തിളങ്ങാറുള്ളത്. പിന്നെ ജർമ്മൻ ലീഗിൽ മികച്ച പെർഫോമൻസ് നടത്തി കഴിഞ്ഞാൽ ബയൺ മ്യൂണിക്ക് റാഞ്ചാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഈ ഒരു പ്ലെയറിന്റെ കാര്യത്തിൽ. എടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ ആണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മൂന്നാമത്തെ പ്ലെയർ 20 വയസ്സ് മാത്രം പ്രായമുള്ള ജീസസ് റോഡ്രിഗസ് ആണ്. ഒരു സ്പാനിഷ് പ്ലെയർ ആണ്. താരം ഇപ്പോൾ കളിക്കുന്നത് കോമോ എന്ന് പറയുന്ന ഇറ്റാലിയൻ സൈഡിലുള്ള ഒരു ക്ലബിനാണ്. കോമോയുടെ കോച്ച് എന്ന് പറയുന്നത് സെസ്ക് ഫാബ്രിഗാസ് ആണ്. എല്ലാവർക്കും അറിയാം ആരാണ് അദ്ദേഹം എന്ന്, ഞാൻ പറയേണ്ടതില്ല. സെസ്ക് ഫാബ്രിഗാസിന്റെ കീഴിൽ കോമോ വളരെ മികച്ച രീതിയിൽ കളിക്കുകയാണ്. അവർ ആ ഒരു ടീമിലാണ് ആ ഒരു നിക്കോ പാസ് എന്ന് പറയുന്ന അർജന്റീനിയൻ പ്ലെയർ കളിക്കുന്നത്. അദ്ദേഹം റയൽ മാഡ്രിഡിന്റെ അക്കാഡമി പ്ലെയർ ആണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു പ്ലെയർ ജീസസ് റോഡ്രിഗസിനെ സംബന്ധിച്ച് ആള് ഒരു ട്രഡീഷണൽ വിങ്ങർ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു ടൈപ്പുള്ള ഒരു പ്ലെയർ ആണ്. അതായത് വിങ്ങിലാണ് താരം പ്രോപ്പറായിട്ട് കളിക്കുന്നത്, പക്ഷെ നല്ല രീതിയിൽ ഡ്രിബിളിങ്, നല്ല രീതിയിൽ ടച്ച്, ഒരു പ്ലെയറിനെ ഫേക്ക് ചെയ്യുന്ന കാര്യം, ഇതൊക്കെ താരത്തിന് ഒരു വേറെ ലെവൽ പൊട്ടൻഷ്യൽ ഉണ്ട്. താരത്തിൻ്റെ കോമോയിലെ മാച്ചസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, കോമോയുടെ മാച്ചൊന്നും ഞാൻ കാണാറില്ല. അത് വേണമെന്ന് വെച്ച് കാണാത്തതല്ല, നമുക്ക് സമയം കിട്ടാറില്ല. വലിയ ടീമുകളുടെ മാച്ചൊക്കെ കണ്ടുവരുമ്പോൾ ഇതേപോലത്തെ ചെറിയ ടീമുകളുടെ മാച്ചസ് ഒന്നും കാണാൻ പറ്റാറില്ല. നല്ല കളിയാണ് അവർ കളിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു സമയം കിട്ടുമ്പോൾ കാണണം. അപ്പോൾ റയൽ ബെറ്റീസിൻ്റെ ഒരു മാച്ചിൽ ഞാൻ ഈ ഒരു പ്ലെയറെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് റയൽ ബെറ്റീസിലാണ് കളിച്ചിരുന്നത്. അപ്പോൾ അതുമാത്രമല്ല, സ്പെയിനും ബൾഗേറിയ ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ മാച്ചിൽ ഈ പ്ലെയർ സബ്ബായിട്ട് എന്തോ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആ മാച്ചിൽ ഈ പ്ലെയറെ കണ്ടിട്ടുണ്ട്. പക്ഷേ വലിയ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ യൂട്യൂബിൽ, അതൊക്കെ നോക്കി അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ട് ഉള്ള കാര്യം, ഇതൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്. എനിക്ക് തോന്നുന്നു അണ്ടർ റേറ്റഡ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തുകൊണ്ട് ഈ പ്ലെയറിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർ സംസാരിച്ചിട്ടില്ല എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 20 വയസ്സുണ്ട്. നമ്മൾ സാധാരണ യങ് പ്ലെയേഴ്സിനെ കുറിച്ച് ഒരു ടോപ്പ് വരുമല്ലോ, ആ രീതിയിലുള്ള ടോപ്പൊന്നും വന്നിട്ടില്ല. താരം ഒരു പക്ഷേ വലിയ ടീമുകളിൽ കളിക്കാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു വലിയ ടീം ഈ പ്ലെയറിനെ റാഞ്ചാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ആഴ്സണലിലെ മാഞ്ചസ്റ്റർ സിറ്റിക്കും താരത്തിൽ താല്പര്യമുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് അവരുടെ ടാർഗറ്റിലാണ് താരം ഉള്ളത്. യുണൈറ്റഡിന് കിട്ടുവാണെങ്കിൽ ഒരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പം പറഞ്ഞ 2 താരങ്ങളുള്ളൂ, ബാർലി ബാർക്കോളയും ആ ഒരു രണ്ടാമത് പറഞ്ഞ ഐവറൈഷ് താരം. ഈ 2 പ്ലെയറിനേക്കാൾ എനിക്ക് ഈ ഒരു പ്ലെയറിൻ്റെ പ്രൊഫൈൽ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ബ്രാഡ്ലി ബാർക്കോള വരാനുള്ള സാധ്യത കുറവായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ആ പ്ലെയർ ടോപ്പാണ്. പക്ഷേ ഇങ്ങേര് പൊളിയാണ്. 20 വയസ്സേ ഉള്ളൂ. ആള് ഒരു സ്പാനിഷാണ്. സ്പാനിഷ് പ്ലെയേഴ്സ് നോർമലി കളിക്കുന്ന ആ ഒരു മെത്തേഡുണ്ടല്ലോ, പാസിങ്, ആ ഒരു മൂവ്മെന്റ്സ്, അതൊക്കെ ഉണ്ട് കേട്ടോ. നാച്ചുറലി ഒരു സ്പാനിഷ് പ്ലെയറിൻ്റെ ആ ഒരു ഗെയിം അതുപോലെ താരം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു വലിയ പ്ലെയറിനെ വെച്ച് കമ്പയർ, യമാലിൻ്റെ ഗെയിം ടൈപ്പ് ഒന്നുമല്ല. യമാൽ കുറേ സ്കിൽഫുള്ളൊക്കെയാണ്. ഈ പ്ലെയറിനെ സംബന്ധിച്ച് ആ ഒരു ഫേക്ക് ആയിട്ടുള്ള കട്ടിങ് ഒക്കെ ഉള്ള ഇൻസൈഡ് ഔട്ട്സൈഡ് കട്ടിങ്, അതാണ് താരം പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. നല്ല സ്കില്ലായിട്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ആള് അസാധ്യ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. യമാലും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ യമാലിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടെ സ്കിൽഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ പ്ലെയർ ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു ടൈപ്പ് പ്ലെയേഴ്സ് ഇല്ലേ, അതായത് വിങ്ങിൽ ടീമിന് നല്ല രീതിയിൽ സപ്പോർട്ടീവ് ആയിട്ട് കളിക്കുന്ന ഒരു ടൈപ്പ് പ്ലെയർ, ടീം പ്ലെയർ എന്ന് പറയില്ല, അതുപോലത്തെ ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആള് യുണൈറ്റഡിന് സൈൻ ചെയ്യണമെങ്കിൽ 45 to 55 മില്യൺ യൂറോസ് നൽകണമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 45 to 55 താരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ വയ്യ. ഞാൻ ഒരു 30 to 40 പറയത്തുള്ളൂ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ, അതായത് 40 താഴെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു സോളിഡ് ആയിട്ടുള്ള ഡീലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സീസൺ 26 മാച്ചിൽ നിന്ന് 3 ഗോൾ 9 അസിസ്റ്റ്, പ്ലേ മേക്കിംഗ്, അതാണ് താരത്തിൻ്റെ ഏറ്റവും മെയിനായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. താരം നൽകിയിട്ടുള്ള പാസുകൾ, താരത്തിൻ്റെ ആ ഒരു നല്ല പാസുകൾ, നല്ല ത്രൂ ബോളുകളൊക്കെ താരം നൽകുന്നുണ്ട്. ചാൻസ് ക്രിയേഷൻ, അതാണ് മെയിനായിട്ട് ഈ ഒരു പ്ലെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുണൈറ്റഡിനെ സംബന്ധിച്ച് ഫ്യൂച്ചർ ആണ് ഈ ഒരു പ്ലെയറെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ നല്ല കോമ്പറ്റീഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു പ്ലെയറിലേക്ക്. കാരണം സെസ്ക് ഫാബ്രിഗാസിൻ്റെ ടീമിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഈ ഒരു ടീമിനെ നിലവിൽ യൂറോപ്പിലെ പല വമ്പൻ ടീമുകളും നോട്ട് ഔട്ടിട്ടുണ്ട്, ഈ ടീമിലെ പല താരങ്ങളെ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലെയറിന് കുറച്ചുകൂടെ കോമ്പറ്റീഷൻ ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലെയറിന് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സോളിഡ് ആയിട്ടുള്ള മൂവ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ മൊത്തം 5 പ്ലെയേഴ്സ് ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു പ്ലെയറിനെയാണ്. ബ്രാഡ്ലി ബാർക്കോള ടോപ്പാണ് ഞാൻ പറഞ്ഞു. പക്ഷേ
ഞാൻ ഈ ഒരു പ്ലെയറിൽ കുറച്ചുകൂടെ പൊട്ടൻഷ്യൽ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി നോക്കുക, ഈ ഒരു പ്ലെയറിന്റെ പേരടിച്ച് അന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് കാണുമ്പോൾ, ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഉണ്ട്, ആളുടെ കയ്യിൽ എന്തോ ഒരു മാജിക് ഉണ്ട് എന്നതാണ്. കോമയായിട്ട് 2030 വരെ കോൺട്രാക്റ്റ് ഉണ്ട്. ഇനി പറയുന്ന 2 താരങ്ങളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ലിസ്റ്റിൽ സൈൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള താരങ്ങൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നാമത്തത് മാർഷൽ ഗോഡോയാണ്. അതായത് ഈ ലിസ്റ്റിലെ 4ാമത്തെ പ്ലെയർ. ഇപ്പോൾ സ്റ്റാസ്ബർഗ് എന്ന ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഫ്രഞ്ച് ലീഗിൽ 22 വയസ്സാണ് താരത്തിന് പ്രായം. ഒരു ഇംഗ്ലണ്ടിൽ ജനിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. ഇംഗ്ലണ്ടിൽ ജനിച്ച പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരാൻ താരത്തിന് ആഗ്രഹം കാണുമല്ലോ. നോർമലി യൂത്ത് ടീമിൽ താരം കളിച്ചിട്ടുള്ളത് ഐവറി കോസ്റ്റ് എന്ന രാജ്യത്തിന്റെ യൂത്ത് ടീമിനാണ്. യൂത്ത് ടീമിൽ അവിടെയാണ് കളിച്ചിട്ടുള്ളത്. പക്ഷേ സീനിയർ ടീമിലേക്ക് താരം ഇതുവരെ വന്നിട്ടില്ല എന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലണ്ട് നാഷണൽ ടീമിനെ സംബന്ധിച്ച് ഈ ഒരു പ്ലെയർ ഇംഗ്ലണ്ട് നാഷണൽ ടീമിൽ കളിക്കുമെന്നൊന്നും എനിക്കറിയാൻ വയ്യ, കാരണം അവിടെ കുറേ ടാലന്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ആൾ ഇംഗ്ലണ്ടിലേക്ക് വരാനുള്ള സാധ്യത നമുക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയത്തില്ല. ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ടീം സൈൻ ചെയ്യാൻ സാധ്യതയുള്ള താരങ്ങളുടെ ഒരു താരമാണ് ഈ ഒരു പ്ലെയർ. ഈ ഒരു പ്ലെയർ അടുത്ത് പറയാൻ പോകുന്ന പ്ലെയറും 29 മാച്ചിൽ നിന്ന് 12 ഗോൾ 5 അസിസ്റ്റ്. താരത്തെ സംബന്ധിച്ച് ഒരു റൈറ്റ് മിഡായിട്ടും റൈറ്റ് വിങ്ങറായിട്ടും ലെഫ്റ്റ് മിഡായിട്ടും ലെഫ്റ്റ് വിങ്ങറായിട്ടൊക്കെ താരത്തിന് കളിക്കാൻ പറ്റും. ഇപ്പോൾ റീസെന്റ് മാച്ചുകളിലൊക്കെ താരത്തെ ഒരു റൈറ്റ് വിങ്ങിലൊക്കെയാണ് കളിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ താരം ഒരു ലെഫ്റ്റ് വിങ്ങായിട്ടും താരത്തിന് കളിക്കാൻ പറ്റും എന്നതാണ്. ഒരു കുറച്ചുകൂടെ ഗോൾ അടിക്കാൻ ഒരു ടെൻഡൻസി ഉള്ള ഒരു പ്ലെയറാണ്. അസിസ്റ്റിനേക്കാൾ കൂടുതൽ പ്ലേ മേക്കിംഗ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും ഗോൾ അടിക്കുന്ന ആ ഒരു ടെൻഡൻസി കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ്. ഈ ഒരു പ്ലെയറിന്റെ കുറച്ച് വീഡിയോയും ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ലിസ്റ്റിൽ എനിക്ക് അത്ര ഇമ്പ്രസീവ് ആയിട്ട് തോന്നാത്ത ഒരു പ്ലെയറാണ് ഈ ഒരു പ്ലെയർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ആള് ഒരു നല്ല ഫിസിക്കുള്ള ഒരു പ്ലെയറാണ്, കുറച്ച് സ്പീഡി ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ആളെ സംബന്ധിച്ച് 22 വയസ്സിലുള്ള ഒരു പ്രൊഫൈൽ താരത്തിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ വയ്യ. അങ്ങനത്തെ ഒരു പ്രൊഫൈൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് നെഗറ്റീവ് ആയിട്ടൊന്നും പറയാനില്ല. ആള് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുണൈറ്റഡ് അല്ലാതെ വേറെ ടീമുകളൊന്നും താരത്തിന് വേണ്ടി ആ ഒരു ശ്രമമൊന്നും നടത്തുന്നില്ല നിലവിൽ അങ്ങനത്തെ റിപ്പോർട്ടുകളൊന്നുമില്ല. യുണൈറ്റഡിനെ സംബന്ധിച്ച് ഈ ഒരു പ്ലെയറിന് കോൺട്രാക്റ്റ് 2030 വരെ ഉണ്ട്, ജൂൺ 2030 വരെ ഉണ്ട്. ഒരു 20 മില്യൺ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ താരത്തെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 20 മില്യനൊക്കെ ഈ ഒരു പ്ലെയർ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ലിസ്റ്റിലെ 5ാമത്തതും അവസാനത്തതുമായിട്ടുള്ള താരം ഇലിമൈ എൻഡെ. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള എവർട്ടണിന് വേണ്ടിയാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 2029 വരെ എവർട്ടണായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. എവർട്ടൺ വിട്ടു പോകാനുള്ള സാധ്യതകളും നമുക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയത്തില്ല. ഈ സീസണിൽ 25 മാച്ചസിൽ നിന്ന് 5 ഗോളും 3 അസിസ്റ്റും. ഈ ഒരു ലിസ്റ്റിൽ യുണൈറ്റഡ് സൈൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള താരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പ്ലെയറാണ്. താരം ഒരു സിനഗൽ പ്ലെയറാണ്, സിനഗൽ നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ്. താരത്തെ സംബന്ധിച്ച് ആ ഒരു പ്രസ്സിങ് അറിയാലോ, പ്രീമിയർ ലീഗിൽ വേണ്ട ഒരു കാര്യമാണ് പ്രസ്സിങ്ങും അതുപോലെ തന്നെ ഹൈ പ്രസ്സിങ്ങും പാസിംഗ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു പ്ലെയറാണ്. പക്ഷേ താരത്തിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ നമ്പർ ഓഫ് ഗോളുകൾ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു ലിസ്റ്റിൽ 26 വയസ്സാണ് താരത്തിന്. ഏറ്റവും പ്രായം കൂടിയ ഒരു പ്ലെയറാണ്. ഈ ഒരു ലിസ്റ്റിലെ ഏറ്റവും പ്രായമുള്ള ഒരു പ്ലെയറാണ്. താരത്തെ സ്വന്തമാക്കണേ 40 മില്യൺ പൗണ്ട്, യൂറോ അല്ല പൗണ്ട് കൊടുക്കേണ്ട വരും എന്നാണ് പറയപ്പെടുന്നത്. 40 മില്യൺ പൗണ്ടിന് ഇതൊരു സോളിഡ് ഡീലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ളത് പറയാലോ, ഒരു 25 to 35 കിട്ടിയാലേ അതൊരു നല്ല ഡീലായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പൗണ്ടാണ്, യൂറോ അല്ല. അപ്പോൾ താരത്തെക്കുറിച്ച് അങ്ങനെ കൂടുതലായിട്ട് പറയാനില്ല. താരത്തിൻ്റെ ഗെയിം ഞാൻ 1-2 മാച്ചസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരു ആവറേജ് പ്ലെയർ, അതല്ലാതെ എനിക്ക് കാരണം 26 വയസ്സുണ്ട്. മറ്റേത് നമ്മൾ ബാക്കിയെല്ലാ പ്ലെയേഴ്സ് യങ്സ്റ്റേഴ്സാണ്. 23 ബ്രാഡ് കോളയ്ക്ക് 19 പിന്നെ അടുത്ത് വന്നിട്ടുള്ള പ്ലെയർ 20. അപ്പോൾ അടുത്ത് ഇതിനു മുമ്പ് പറഞ്ഞ പ്ലെയർ 22. പക്ഷേ ഈ പ്ലെയർ 26 ഈ 26 വയസ്സിൽ താരം പ്രീമിയർ ലീഗിലാണ് കളിക്കുന്നത്, എവർട്ടണിന് വേണ്ടിയാണ് കളിക്കുന്നത്. പക്ഷേ അതിനുള്ളതുണ്ടോ എന്നത് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പക്ഷേ യുണൈറ്റഡിനെ സംബന്ധിച്ച് ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ നോക്കാം. ഒരു മെയിൻ ഓപ്ഷൻ വിങ്ങർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഫൂട്ടാവുമെന്ന്. ഓൾറെഡി യുണൈറ്റഡിന് നല്ല വിങ്ങേഴ്സ് ഉണ്ട്. അപ്പോൾ വിങ്ങിൽ കളിപ്പിക്കുന്ന നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബാക്കപ്പായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ നല്ലത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്ലെയറിനെ പറഞ്ഞിട്ടുണ്ട്, ബോൺമൗത്തിന്റെ പ്ലെയർ. ആ പ്ലെയറിനെ എടുക്കുന്നതായിരിക്കും ബാക്കപ്പായിട്ട്. ആ പ്ലെയർ ആകുമ്പോൾ നല്ല വെസാലിറ്റി ഉള്ള പ്ലെയറാണ്. നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണുക. ഒരു വീഡിയോ ഒറ്റ പ്ലെയറിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ എന്തോരം ലെന്തായെന്ന് അറിയത്തില്ല. ഈ വീഡിയോ കുറേ നേരമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ 5 പ്ലേയേഴ്സിൽ
ആരെങ്കിലും ഒരാളെ യുണൈറ്റഡ് എത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഹൈ ചാൻസസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ ആരെയും കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.